വെള്ളാപ്പള്ളി നടേശനെതിരായ പ്രകോപന പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഹിന്ദു ഐക്യവേദി. എണ്ണത്തിന്റെ വണ്ണം കണ്ട ഹലാൽ ആണെങ്കിൽ അത് വേണ്ടെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ. ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ലെന്നും ഭാരതമാണെന്നും പോസ്റ്റിൽ ഓർമ്മപ്പെടുത്തൽ. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും പണവും നൽകുമെന്ന കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂരിന്റെ വിദ്വേഷ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയായിരുന്നു ടീച്ചറുടെ മറുപടി. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, വെള്ളാപ്പള്ളി നടേശനെതിരായ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തിനുമുണ്ടായത്. അതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. അതിന് കൃത്യമായ മറുപടി തന്നെയാണ് ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദി നൽകിയതും, അല്ലേ? വെള്ളാപ്പള്ളി നടേശനെതിരെ വിദ്വേഷമായ ഒരു പരാമർശമായിരുന്നു മലപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ വിദ്വേഷപരമായ പ്രകോപനപരമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും അവാർഡും നൽകും എന്നുള്ള ഒരു പരാമർശം, ഇത് കൃത്യമായി തന്നെ ഒരു വിദ്വേഷ പരാമർശം തന്നെയാണ്. പിന്നീട് ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും നിരവധി ആളുകൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ശശികല ടീച്ചർ നൽകിയിരിക്കുന്നത്. ശശികല ടീച്ചറും FB പോസ്റ്റിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ല, ഭാരതമാണ്. എണ്ണത്തിന്റെ വണ്ണം കണ്ട് കാലിളകിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ അത് വേണ്ട എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്നു, അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴൊന്നും തന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ കരിയോയിൽ വാങ്ങാൻ എന്ന കാര്യമൊക്കെ തന്നെ ശശികല ടീച്ചർ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതായത് ഹാരിസ് മുത്തൂരിന് കൃത്യമായ മറുപടി തന്നെയാണ് ശശികല ടീച്ചർ ഈ ഒരു FB പോസ്റ്റിലൂടെ കൃത്യമായി തന്നെ പറയുന്നത്. വലിയൊരു പ്രതിഷേധം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ഉണ്ട്. ജില്ലയിൽ നിന്നടക്കം അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ അടക്കം നൽകി പറഞ്ഞിരുന്നത്. അതായത് മുസ്ലിം ലീഗിനെതിരെ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ വന്ന സമയത്തും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞിരുന്നു. മലപ്പുറം ജില്ലയെ ഒരു പ്രത്യേക രാജ്യമാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് മലപ്പുറം ജില്ല ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു മതസ്ഥർക്ക് ഇവിടെ കഴിയാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. പലപ്പോഴും മറ്റ് ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ മതങ്ങളാണെങ്കിലും ശരി, അവർക്ക് ഇവിടെ കഴിയാനുള്ള സാഹചര്യം ഇല്ല. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഈ മലപ്പുറം ജില്ലയിൽ ഇല്ല. പലപ്പോഴും നമുക്കറിയാം, UDF ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയായി ഉണ്ടാവുക, അധികാരത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ അനുഭവം തന്നെ വെള്ളാപ്പള്ളി നടേശനും ഉണ്ട്. കാരണം SNDPയുടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റു പല ജില്ലകളിലും ഉണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല. NSSന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇതിനെതിരെ കൂട്ടമായി വന്നുള്ള ഒരു ആക്രമണമാണ് മുസ്ലിം മത സംഘടനകളുടെയും അതോടൊപ്പം തന്നെ അവരുടെ ഇതിന്റെ പുറം ചാരി നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉന്നയിക്കുന്നത്. ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണവും അതോടൊപ്പം തന്നെ കൂട്ടമായുള്ള ആക്രമണവും ശിവദാസ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വേണ്ട, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ അല്ല എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഹിന്ദു ഐക്യവേദി നൽകിയിരിക്കുന്നത്.